ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇനി ഞാൻ രണ്ട് തരത്തിലുള്ള സിസേഴ്സാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരെണ്ണം ഒരു മീഡിയം ക്വാളിറ്റി വരുന്നതാണ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ വരുന്നത് ഇതൊരു പിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഐറ്റമാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു കട്ട് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഒരു എളുപ്പം ആണ്. നല്ല കുറച്ച് കട്ടിയുള്ള ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്കിപ്പം സ്ത്രീകൾക്കാണെങ്കിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുത്താലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൈയൊക്കെ ചിലപ്പോൾ നമുക്ക് വേദന വരാറുണ്ടല്ലോ. നമ്മൾ ആ ഒരു കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ തന്നെ ഇത് നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 10 ഇഞ്ചിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ നമുക്കിത് തുമ്പൊക്കെ തന്നെയാണെങ്കിൽ നല്ലൊരു തിന്ന് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെറിയൊരു ചെറിയ തുമ്പൊക്കെ തുമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് നോർമലി വരുന്നത്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം തന്നെ മതിയാകും നമുക്ക്. പിന്നെ വരുന്നത് ഇതാണ്. ഇത് പിന്നെന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയൊരു സിസർ കൂടി വരുന്നുണ്ട് കേട്ടോ. ത്രെഡ് കട്ടറാണ്. നമുക്ക് ത്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് സിസറാട്ടോ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ വാങ്ങിക്കുന്നത് ചിലപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് തുരുമ്പ് പിടിക്കത്തില്ല. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ സാധാരണ കുഞ്ഞു കുഞ്ഞു ത്രെഡൊക്കെ നമ്മൾ ആ നൂലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ത്രെഡ് കട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം ഈ ഒരു ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ കത്രിക എടുത്ത് പൊക്കേണ്ടി വരത്തില്ല. ഈ കുഞ്ഞു കത്രിക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ഈസിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഇത്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓവർ വെയിറ്റ് വരുന്നില്ല കേട്ടോ. സാധാരണ നോർമലി ഒരു വെയിറ്റ് തന്നെ വരുന്നുള്ളൂ. നമുക്കിതും നമുക്കൊരു 10 ഇഞ്ച് സൈസിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിനകത്തും ആ ഒരു തുമ്പ് ഒക്കെ നമുക്ക് അതുപോലെ ചെറിയ ഇതാണ് കേട്ടോ വരുന്നത്. നമ്മുടെ എഡ്ജൊക്കെ കുഞ്ഞ് ഇതൊക്കെ നമ്മൾ നെക്കൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, നെക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ ഇതുപോലെയുള്ള എണ്ണാണെങ്കിലോ നമുക്ക് സുഖമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കാനും കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ചെറിയ രീതിയിൽ ചെറിയൊരു കട്ട് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ ഈ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് നമുക്ക് 10 ഇഞ്ചിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് കത്രികയുടെ മൂർച്ച എന്ന് പറയുന്നത് നമ്മൾ കത്രിക യൂസ് ചെയ്യുമ്പോഴത്തേക്കും ക്ലോത്ത് മാത്രമാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ അതിൻ്റെ നമ്മുടെ പേസ്റ്റ് ബോർഡ് അതുപോലെ തന്നെ പേപ്പർ കട്ട് ചെയ്യുവാണെങ്കിൽ എന്തായാലും കത്രികയുടെ മൂർച്ച പോകും. അപ്പം പരമാവധി നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്ര ബ്രാൻഡഡ് ആണെങ്കിലും നമ്മൾ ഈ പേപ്പറൊക്കെ കട്ട് ചെയ്തുവാണെങ്കിൽ എന്തായാലും അതിൻ്റെ മൂർച്ച പോകും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മളത് ഒരുപാട് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കത്രികയുടെ നമുക്ക് പ്രൈസ് വരുന്നത് 360 രൂപയാണ് കേട്ടോ. അതിൻ്റെത് 360 വരുന്നത്. പിന്നെ പിന്നെന്ന് പറയുന്ന കമ്പനിയുടെ നമുക്ക് പ്രൈസ് വരുന്നത് 620 രൂപയാണ്. അപ്പോൾ ഈ 2 റേറ്റിലാണ് നമ്മുടെ കത്രിക വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ.